അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ പാഠമായ അവർ ഫാമിലി കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ പഠിച്ചതാണല്ലോ. ഇന്ന് നമുക്ക് ഫങ്ഷൻസ് ഓഫ് എ ഫാമിലി, അതായത് കുടുംബത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ഒരു പതിപ്പും തയ്യാറാക്കാം. ഈ ചാനലിലെ മറ്റു വീഡിയോകൾ കാണാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അവയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുമല്ലോ. നിങ്ങളുടെ കുടുംബത്തിലെ ജോലികൾ ആരൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പട്ടിക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കി. ഒരു കുടുംബത്തിലെ വീട്ടുജോലികളായ പാചകം, തോട്ടം നനയ്ക്കൽ, തുണി കഴുകൽ, കടയിൽ നിന്നു സാധനങ്ങൾ വാങ്ങൽ, മുറ്റം വൃത്തിയാക്കൽ എന്നീ ജോലികളെല്ലാം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്നാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ മനസ്സിലാക്കിയല്ലോ. ഇത് കുടുംബത്തിലെ അംഗങ്ങളുടെ ഉത്തരവാദിത്ത ബോധത്തെയാണ് കാണിക്കുന്നത്. കുടുംബത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫാമിലി. എന്തൊക്കെയാണ് കുടുംബത്തിന്റെ സവിശേഷതകൾ? ദേശഭാഷകൾക്ക് അതീതം, യൂണിവേഴ്സൽ, പരിമിതമായ വലുപ്പം, ലിമിറ്റഡ് സൈസ്, വൈകാരിക ബന്ധങ്ങൾ, ഇമോഷണൽ ബോൺസ്, ഉത്തരവാദിത്വ ബോധം, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. കുടുംബത്തിന്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ഒരു ചേരുംപടി ചേർക്കുക എന്ന ആക്ടിവിറ്റിയും നമ്മൾ ചെയ്തു. എങ്ങനെയായിരുന്നു നമ്മളത് ചെയ്തത്? എ കോളത്തിലുള്ള ദേശഭാഷകൾക്ക് അതീതം എന്നതുമായി ബി കോളത്തിൽ ചേരുന്നത് എന്താണ്? എല്ലായിടത്തും കുടുംബമുണ്ട്, ലോകത്ത് എല്ലായിടത്തും കുടുംബമുണ്ട് എന്ന് നമ്മൾ പഠിച്ചല്ലോ. അടുത്തത് പരിമിതമായ വലുപ്പം. ബി കോളത്തിൽ അതുമായി യോജിക്കുന്നത് കുടുംബത്തിലെ അംഗങ്ങൾ എണ്ണത്തിൽ കുറവ്. അടുത്തതോ വൈകാരിക ബന്ധങ്ങൾ. സ്നേഹം, വാത്സല്യം, സുരക്ഷിതത്വ ബോധം, ഇവയാണ് വൈകാരിക ബന്ധങ്ങൾ. അടുത്തത് ഉത്തരവാദിത്വ ബോധം. എന്താണ് ഉത്തരവാദിത്വ ബോധം? നേരത്തെ നമ്മൾ മനസ്സിലാക്കി, വീട്ടിലെ ചുമതലകൾ നിർവഹിക്കലാണ് ഉത്തരവാദിത്വ ബോധം. യൂണിവേഴ്സൽ, ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് നാഷൻ ആൻഡ് ലാംഗ്വേജ്, ലിമിറ്റഡ് സൈസ്, ലെസ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി, ഇമോഷണൽ ബോൺസ്, ലവ്, അഫെക്ഷൻ, ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ക്യാരിയിങ് ഔട്ട് ഡ്യൂട്ടീസ്. കുടുംബത്തെക്കുറിച്ച് അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രകാരനായ ഓക്ബേൺ പറഞ്ഞതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ദ ഫങ്ഷൻ ഓഫ് എ ഫാമിലി ഈസ് ടു ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ലവ് ആൻഡ് കെയർ എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം. ഇനി നമുക്ക് കുടുംബത്തിന്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് എ ഫാമിലി എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയല്ലേ? സാധാരണയായി ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ്. വാട്ട് ആർ യുവർ ബേസിക് നീഡ്സ്? ആർ ദേ നോട്ട് ഫുഡ്, ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ? യൂഷ്വലി all these needs are met by family. അപ്പോൾ കുടുംബത്തിന്റെ ആദ്യത്തെ ധർമ്മം എന്താണ്? കുടുംബാംഗങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക. നിങ്ങൾക്ക് മാതാപിതാക്കളോടും അവർക്ക് നിങ്ങളോടും സ്നേഹമുണ്ട്. കുടുംബാംഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പരസ്പര ആശ്രയത്വവും സഹകരണ മനോഭാവവും നല്ല വ്യക്തികളാവാൻ നമ്മെ സഹായിക്കുന്നു. You love your parents and they love you too. This mutual love and cooperation that exists among the members of a family mold the personality. അപ്പോൾ കുടുംബത്തിന്റെ രണ്ടാമത്തെ ധർമ്മം എന്താണ്? കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും പരസ്പരാശ്രയത്വവും സഹകരണ മനോഭാവവും നിലനിർത്തുക. നിങ്ങൾ ശിശുവായിരുന്നപ്പോൾ പെരുമാറിയിരുന്നത് പോലെയാണോ ഇപ്പോൾ പെരുമാറുന്നത്? ശിശുവായിരിക്കുമ്പോഴുള്ള പെരുമാറ്റ രീതിയല്ല വലുതാകുമ്പോൾ ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്നത്. Do you now behave in the same way as you were infants? An individual's behavior changes as he grows older. അപ്പോൾ കുടുംബാംഗങ്ങളെ നല്ല പെരുമാറ്റ രീതി പഠിപ്പിക്കുന്നതും ഒരു കുടുംബത്തിന്റെ ധർമ്മം തന്നെയാണ്. എന്തൊക്കെയാണ് നമ്മൾ കുടുംബത്തിൽ നിന്നും പഠിക്കുന്ന നല്ല പെരുമാറ്റങ്ങൾ? അച്ചടക്കം, മര്യാദ, പങ്കുവെക്കൽ തുടങ്ങിയ ഗുണങ്ങൾ കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. We acquire the qualities such as discipline, manners, share and care
ഹോണസ്റ്റി എക്സെട്ര ഫ്രം അവർ ഫാമിലി. കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന ഗുണങ്ങൾ നമുക്ക് ഒരു പട്ടികയായി എഴുതാം. ദ ക്വാളിറ്റീസ് വി ആക്വയർ ഫ്രം ദ ഫാമിലി. അച്ചടക്കം, ഡിസിപ്ലിൻ, മര്യാദ, മാനേഴ്സ്, പങ്കുവയ്ക്കൽ, ഷെയർ ആൻഡ് കെയർ, സത്യസന്ധത, ഓണസ്റ്റി. ഇനി കുടുംബത്തിൻ്റെ നാലാമത്തെ ധർമ്മം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് സുഖമില്ലാതാകുമ്പോൾ വീട്ടിലിരിക്കണമെന്ന് ആഗ്രഹിക്കാറില്ലേ? വീട്ടിൽ കിട്ടുന്ന സുരക്ഷിതത്വ ബോധം നമുക്ക് മറ്റൊരിടത്തു നിന്നും പൂർണ്ണമായി ലഭിക്കാറില്ല. കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നത് കുടുംബമാണ്. സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക എന്നത് കുടുംബത്തിൻ്റെ ധർമ്മമാണ്. ഡോണ്ട് യു വിഷ് ടു ബി അറ്റ് ഹോം വെൻ യു ഫോൾ ഇൽ? ഓഫ് കോഴ്സ് യു വിൽ. You will get the feeling of security at home than any other place. Family ensures safety and provides us with the feeling of security. ഇനി നമുക്ക് കുടുംബത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പട്ടികയായി എഴുതി നോക്കാം. ഫങ്ഷൻസ് ഓഫ് എ ഫാമിലി. അംഗങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നു. മീറ്റ്സ് ദ ബേസിക് നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ്. സ്നേഹം, വാത്സല്യം എന്നിവ നൽകുന്നു. പ്രൊവൈഡ്സ് ലവ് ആൻഡ് അഫെക്ഷൻ. പെരുമാറ്റശീലങ്ങൾ വളർത്തിയെടുക്കുന്നു. ഡെവലപ്പിംഗ് ബിഹേവിയറൽ ഹാബിറ്റ്സ്. അംഗങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുന്നു. എൻഷുവേഴ്സ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഫോർ മെമ്പേഴ്സ്. ഇനി മറ്റൊരു ആക്ടിവിറ്റി നോക്കാം. നിങ്ങൾ അച്ഛനമ്മമാർക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തു കൊടുക്കാറുള്ളത്? അതുപോലെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരുന്നു? പട്ടികപ്പെടുത്തൂ. അച്ഛനമ്മമാരുടെ ചുമതലകൾ: അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, സ്നേഹം, വാത്സല്യം എന്നിവ നൽകുക, പെരുമാറ്റശീലങ്ങൾ പഠിപ്പിക്കുക, സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക. അതുപോലെ കുട്ടികളുടെ ചുമതലകൾ എന്തൊക്കെയാണ്? അച്ഛനമ്മമാരെ സഹായിക്കുക, എല്ലാവരോടും സ്നേഹ ബഹുമാനങ്ങളോടെ പെരുമാറുക, നല്ല പെരുമാറ്റം ശീലിക്കുക, ഉത്തരവാദിത്തത്തോടെ പെരുമാറുക. ഹൗ ഡു യു ഹെൽപ്പ് യുവർ പാരൻസ് അറ്റ് ഹോം? ഹൗ ഡു യുവർ പാരൻസ് ഹെൽപ്പ് യു? കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പാരൻസ്: meets the basic needs, provides love and affection, developing behavioral habits, ensures sense of security. Your duties towards them: help the parents in household duties, behave with love and respect, practice good habits, behave with responsibility. അപ്പോൾ എന്തൊക്കെയാണ് കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ? കുടുംബാംഗങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, കുടുംബാംഗങ്ങൾക്കിടയിൽ പെരുമാറ്റശീലങ്ങൾ വളർത്തിയെടുക്കുക, കുടുംബാംഗങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുക, കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും വാത്സല്യവും ഉണ്ടാക്കുക. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ ഫാമിലി? മീറ്റ്സ് ബേസിക് നീഡ്സ്, ഡെവലപ്പ് ബിഹേവിയർ പാറ്റേൺസ്, എൻഷുർ ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി, പ്രൊവൈഡ് ലവ് ആൻഡ് അഫെക്ഷൻ. ഇനി ഒരു ആക്ടിവിറ്റിയാണ്. മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രം നിരീക്ഷിച്ച് താഴെ പറയുന്ന ഉദാഹരണങ്ങളിൽ കുടുംബം നിർവഹിക്കുന്ന ധർമ്മം ഏതെന്ന് കണ്ടെത്തി എഴുതുക. നമിത സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുകയാണ്. അവൾക്കുള്ള പഠനോപകരണങ്ങൾ അച്ഛൻ കൊടുത്തിട്ടുണ്ട്. മറ്റു ജോലി തിരക്കുകൾക്കിടയിലും മിന്നുവിൻ്റെ പിറന്നാളിന് അമ്മ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ കുടുംബം നിർവഹിക്കുന്ന ധർമ്മം ഏതെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ആദ്യത്തെ ഉദാഹരണത്തിൽ കുട്ടിയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അച്ഛൻ നിറവേറ്റുകയാണ് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ ഉദാഹരണത്തിൽ അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹവും വാത്സല്യവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമിത ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ സ്കൂൾ ടു റീഓപ്പൺ. ഹെർ ഫാദർ ഹാസ് ബോട്ട് ഹെർ സ്റ്റഡി മെറ്റീരിയൽസ്. ഇതിലെന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ബേസിക് നീഡ്സ് ആണ് അല്ലേ? ഡെസ്പൈറ്റ് ബീയിങ് വെരി ബിസി, മിന്നൂസ് മദർ പ്രിപ്പയർഡ് ഫോർ ഹെർ ഫേവറിറ്റ് ഡെസേർട്ട് ഓൺ ഹെർ ബർത്ത്ഡേ. ഇതിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്? ലവ് ആൻഡ് അഫെക്ഷൻ.
മുതിർന്നവരെ ബഹുമാനിക്കണമെന്നും എല്ലാവരോടും സ്നേഹത്തോടെ ഇടപഴകണമെന്നും അപ്പൂപ്പൻ എപ്പോഴും ഉപദേശിക്കാറുണ്ട്. സ്കൂളിൽ പോകും വഴി അപകടത്തിൽപ്പെട്ട നിഷ ആദ്യം ആവശ്യപ്പെട്ടത് വീട്ടിൽ പോകണമെന്നാണ്. ഇവിടെ കുടുംബത്തിൻ്റെ എന്തെല്ലാം ധർമ്മങ്ങളാണ് നിർവഹിക്കപ്പെടുന്നത്? മുതിർന്നവരെ ബഹുമാനിക്കുന്നതും എല്ലാവരോടും സ്നേഹത്തോടെ ഇടപഴകുന്നതുമെല്ലാം നല്ല പെരുമാറ്റശീലങ്ങളാണ്. അതുപോലെ ഒരംഗത്തിന് ഏറ്റവും സുരക്ഷിതത്വ ബോധം തോന്നുന്നത് സ്വന്തം വീട്ടിലാണ്. അതുകൊണ്ടാണ് അപകടത്തിൽപ്പെട്ടപ്പോൾ നിഷ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞത്. Grandfather constantly reminds us of the need for respecting elders and being friendly towards others. This is behavior patterns. When Nisha met with an accident on her way to school, the first thing she demanded was to take her home. This is feeling of security. ഇനി കുടുംബ ബന്ധങ്ങൾ വ്യക്തമാക്കുന്ന കഥകൾ, കവിതകൾ, ചിത്രങ്ങൾ ഇവയെല്ലാം ശേഖരിച്ച് നമുക്കൊരു പതിപ്പ് തയ്യാറാക്കിയാലോ? ആദ്യം നമുക്ക് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം വെളിപ്പെടുത്തുന്ന കുറച്ച് ചിത്രങ്ങൾ നോക്കാം. ഇനി കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കഥകളും കവിതകളും ഏതൊക്കെയാണ്? തേനൂറും മലയാളത്തിൽ പ്രവർത്തനങ്ങളിൽ കുമാരനാശാന്റെ ഒരു കവിത നമ്മൾ പഠിച്ചില്ലേ? ഒരു കുഞ്ഞ് കരയുമ്പോൾ അമ്മ അടുത്തേക്ക് ഓടി വരുന്നതാണ് ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ആ കവിത നമുക്കൊന്ന് കേട്ടു നോക്കാം. അരികത്തൻപോടു വരുന്നുണ്ടമ്മ ഞാൻ, കരയായി കോമനെ കരൾവാടി പുരികവും ചുണ്ടും ചുളിച്ചു നീ, വിങ്ങിക്കരയായി കോമനെ വരുന്നു ഞാൻ. പനിനീർ ചെമ്പകച്ചെറുമുള്ളേറ്റു നിൻ കുരുന്നു കൈവിരൽ മുറിഞ്ഞിതേ, തനിയേ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽ മുട്ടുകൾ ചതഞ്ഞിതേ. അമ്മ കുട്ടിയെ ഉറക്കുന്നതിനെ കുറിച്ച് ഉള്ളൂർ എഴുതിയ കവിതയാണ് അടുത്തത്. ഓമനെ നീയുറങ്ങൻ മിഴി വണ്ടിണ തൂമലർത്തേൻ കുഴമ്പെന്റെ തങ്കം, ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖരമാക്കി, വാടി വിയർത്ത മുഖാംബുജത്തോടെന്നെ തേടി നീ അന്തിയിൽ വന്ന നേരം, നിൻ കവിൽ തങ്കത്തകിട്ടിങ്കൽ പിഞ്ചുമ്മ എൻ കണ്ണിലുണ്ണി ഞാൻ എത്ര വച്ചു. ഹിന്ദിയിൽ നമ്മൾ പഠിച്ച പ്യാരി മാം എന്ന കവിതയിലും അമ്മയും മകളും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്, അവരുടെ സ്നേഹമാണ് കാണിക്കുന്നത്. प्यारी प्यारी अम्मा मेरी, मीठे मीठे गीत सुनाती, तासा तासा दूध पिलाती, तरह तरह का खाना देती, मेरी सारी बातें सुनती, अच्छी अच्छी सीख देती, संग सुलाती सुबह जगाती, कितनी प्यारी अम्मा मेरी, कितनी प्यारी अम्मा मेरी. 5ാം ക്ലാസ്സിൽ തന്നെ വിവിധ വിഷയങ്ങളിലായി കുടുംബത്തെക്കുറിച്ചും പലതരം കുടുംബങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കഥകളും കവിതകളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിന്ദിയിലെ പ്യാരി മാ എന്ന കവിത, അതിൽ സീനയുടെ കുടുംബത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛനും അമ്മയും സഹോദരനും സീനയും അടങ്ങുന്ന ഒരു കുടുംബമാണത്. അത് ഒരു അണുകുടുംബമാണ്, ന്യൂക്ലിയർ ഫാമിലി. അടുത്തതായി ഇംഗ്ലീഷിലെ മിറർ എന്ന കഥയിലോ,
അതിൽ മീൻപിടുത്തക്കാരനും അയാളുടെ ഭാര്യയുമാണുള്ളത്. അതും ഒരു അണുകുടുംബം തന്നെയാണ്. അടിസ്ഥാന പാഠാവലിയിലെ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥ ഓർമ്മയില്ലേ? അതിലാരൊക്കെയാണുള്ളത്? വല്യച്ഛൻ, വല്യമ്മ, ബാലചന്ദ്രൻ, അച്ഛൻ. ഇവിടെ 2 അണുകുടുംബങ്ങളാണുള്ളത്. വല്യച്ഛനും വല്യമ്മയും ചേർന്ന ഒരു അണുകുടുംബം, ബാലചന്ദ്രനും അച്ഛനും ചേർന്ന മറ്റൊരു അണുകുടുംബം. ഇങ്ങനെ 2 അണുകുടുംബങ്ങൾ ചേർന്ന കുടുംബത്തെ നമ്മൾ എന്താണ് പറയുന്നത്? വിസ്തൃത കുടുംബം അഥവാ എക്സ്റ്റെൻഡഡ് ഫാമിലി. ഇനി പാത്തുമ്മയുടെ ആട്, കോയസൻ എന്നീ കഥകളിലോ? അവ ഒരു കൂട്ടുകുടുംബമാണ്. നിരവധി തലമുറകൾ ഒരേ വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തെയാണ് കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. ഇങ്ങനെ കുടുംബവുമായി ബന്ധപ്പെട്ട പതിപ്പ് തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച പാഠങ്ങളിൽ തന്നെയുണ്ട്. ഇതുകൂടാതെ മറ്റു കാര്യങ്ങളും ശേഖരിച്ച് കൂട്ടുകാർ പതിപ്പ് തയ്യാറാക്കുമല്ലോ. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് എ ഫാമിലി അഥവാ കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് എങ്ങനെ ഒരു പതിപ്പ് തയ്യാറാക്കാം എന്നും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.